നമസ്കാരം. നാഗങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ, നാഗഭൂമിയെക്കുറിച്ചിട്ടുള്ള വാർത്തകൾ, ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ചില മനുഷ്യർ, ചില ആൾക്കാർ കമൻസിൽ വന്ന് വളരെ മോശമായിട്ട് ഉള്ള പദപ്രയോഗങ്ങൾ നടത്തും. ഞാൻ അന്ധവിശ്വാസം വളർത്തുന്ന ആളല്ല, അന്ധവിശ്വാസങ്ങൾക്കെതിരെ നീന്തുന്ന ആളാണ്. പക്ഷെ ചില വിശ്വാസങ്ങൾ, അന്ധത എന്ന് പറഞ്ഞാൽ വിശ്വാസമുള്ളതും അന്ധതയാണ്, വിശ്വാസമില്ല എന്ന് പറയുന്നതും അന്ധതയാണെന്ന് ഞാൻ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് കണ്ടു, എനിക്ക് വളരെ സന്തോഷം തോന്നിയത് കേട്ടോ. ഈ പഴഉണ്ണിയെ എന്തിനാണ് കൊണ്ടിരുത്തി ഇത് പറയിപ്പിക്കുന്നത്? പഴഉണ്ണി, ആ ഭാഷ അദ്ദേഹത്തിൻ്റെ. അപ്പം ഞാൻ നോക്കുമ്പോൾ അദ്ദേഹം മറ്റൊരു മതക്കാരനാണ്. ഹൈന്ദവത ഏറ്റവും കൂടുതൽ തള്ളിപ്പറയാനും ചവിട്ടിത്തേക്കാനും ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് ഞാനതങ്ങ് വിട്ടു. അത് കഴിഞ്ഞ് അടുത്തൊരാൾ ഇത്തരത്തിലുള്ളൊരു കമൻറ്റ് പാസ്സാക്കുന്ന കണ്ടു. നിങ്ങൾക്ക് വേറെ പണിയില്ലേ? DNA ചാനൽ ഇങ്ങനെയാണെങ്കിൽ ഞങ്ങളിത് കാണൂല കേട്ടോ. ഈ സ്വാമിയെ ഇറങ്ങി പോകാൻ പറയുമോ? അപ്പോൾ അത്തരം വിശ്വാസമില്ലാത്ത പ്രിയപ്പെട്ട, നമുക്കിവിടെ ജാതിയും മതമൊന്നുമില്ല, മനുഷ്യൻ്റെ കാര്യങ്ങളേ ഉള്ളൂ. ഉള്ളിൽ അഴുക്കുള്ളവരാണ് ശുചിത്വമുള്ളിടത്തേക്ക് നോക്കിയിട്ട് അതിൻ്റെ അശുദ്ധി കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഇവിടെ അങ്ങനെ ഒരു അശുദ്ധിയില്ല. ഈ പ്രപഞ്ചത്തിൽ കുടികൊള്ളുന്ന കോടാനുകൂടി നമുക്കറിയാൻ കഴിയാത്ത നിഗൂഢമായ രഹസ്യങ്ങൾ, ഈ മണ്ണിൽ ഉറഞ്ഞുപോയ അസ്ഥിപഞ്ജരങ്ങൾ, ചിതാഭസ്മങ്ങൾ, ശവകുടീരങ്ങൾ, അവർ ഉയർത്തെഴുന്നേറ്റ ആഗ്രഹങ്ങൾ പൂർത്തീകരണത്തിൽ രാത്രികാലങ്ങളിൽ നടക്കുന്നത്, നാഗങ്ങൾ ഇഴയുന്ന ഭൂമി, പ്രേതാത്മാക്കൾ സഞ്ചരിക്കുന്ന ഭൂമി, അത്തരത്തിലുള്ളൊരു വഴിയിലൂടെ സഞ്ചരിക്കാൻ എനിക്കിഷ്ടമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ വഴിയെ സഞ്ചരിക്കുന്നത്. എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ സഹോദരന്മാർക്ക് അത് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് കേൾക്കാതിരിക്കുക. പിന്നെ പഴമുണ്ണിയാണോ അല്ലയോ എന്നുള്ളതൊക്കെ ഇതിൻ്റെ അടിയിൽ വന്ന് നിശബ്ദനായി കമൻ്റ് എഴുതി സ്വന്തം ജീവിതത്തിൽ ഒന്നും ആകാൻ കഴിയാത്തത് കൊണ്ടോ, ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കർമ്മങ്ങളെക്കുറിച്ച് ധാരണയില്ലാത്തത് കൊണ്ടോ, ഇത് പറയാൻ കഴിയാത്തത് കൊണ്ടോ, ഇതൊക്കെ ധാർമ്മിക രോഷം ഉള്ളിൽ നിന്ന് എരിഞ്ഞടങ്ങിപ്പോയി ഒന്നുമല്ലാതായി തീർന്ന് മറ്റുള്ളവൻ്റെ മുഖത്ത് നോക്കിയിട്ട് അസൂയാലുക്കളായിട്ട് മുഖം മൂടിയിട്ട് നടക്കുന്ന ചില മനുഷ്യർക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അങ്ങനെ നിങ്ങൾ എന്താണോ ധരിക്കുന്നത് അത് നിങ്ങൾക്ക് ധരിക്കാനേ പറ്റൂ. ആ ധാരണ ഞാൻ ഇങ്ങോട്ട് എടുക്കില്ല. അത് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കാര്യത്തിലേക്ക് കിടക്കുകയാണ്. ഇന്നലെ വളരെ വിചിത്രമായ 2 നാഗ അനുഭവങ്ങളിലെ സംഭവങ്ങളുണ്ടായി. എന്നോട് പങ്കുവച്ചതാണ്. ഞാൻ ഇന്നലെ ഒരു യാത്രയായിരുന്നു ആലപ്പുഴയിൽ. വളരെ കാലത്തിന് ശേഷം വീട്ടിലെ ഭക്ഷണം കഴിക്കുന്ന പോലെ. അപ്പോൾ രാവിലെ ഞാൻ അവിടം വരെ പോകാനുള്ളത് കൊണ്ട് മുമ്പ് ആ ഭാര്യയും ഭർത്താവും എന്നെ കാണാൻ വന്നതാണ്. അവർക്ക് രാജീവം എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട് ഇവിടെ ആലപ്പുഴ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ആലപ്പുഴ പോകുന്ന റോഡിൽ നല്ല കായൽ തീരത്ത് അതിമനോഹരമായൊരു ഹോട്ടലിൽ അവരുടെ ഒരു വിഷയമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അവിടെ ഒന്ന് നോക്കാം. അപ്പോൾ എവിടെ പോയാലും ഈ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് പോകുന്ന ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് അവിടെ കുറച്ച് ഭക്ഷണമേ കഴിക്കുകയുള്ളൂ. ഞാനത് ഉണ്ടാക്കിക്കൊണ്ട് പോയി. ഞാൻ ആ രാജീവത്ത് പോയി. രാജീവം എന്ന് പറയുന്ന ഒരു വലിയ പാലം കഴിഞ്ഞ് താറോട്ടിറങ്ങുമ്പോൾ ഇടം സൈഡിലുള്ള ഹോട്ടലാണ്. അവിടെ പോയി അവരുടെ ഭക്ഷണം കൂടെ ചേർത്ത് കഴിച്ചപ്പോഴാണ് പണ്ട് അമ്മ വീട്ടിൽ വെച്ച് തന്ന ഭക്ഷണത്തിൻ്റെ രുചി പോലെയുള്ള നാടൻ ഭക്ഷണത്തിൻ്റെ രുചി അറിഞ്ഞത്. നല്ല മനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗിയും നല്ല കൈപുണ്യമുള്ള ഭക്ഷണവും നല്ല വിശാലമായ മുറ്റവും സ്ഥല സൗകര്യങ്ങളുമുള്ള രാജീവം എന്ന ഹോട്ടൽ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു നാടൻ ഭക്ഷണശാല. ഇത് അവരുടെ പരസ്യമല്ല. ഭക്ഷണം നല്ലത് കിട്ടുക എന്നുള്ള പറയുന്നത് വളരെ നല്ല കാര്യമാണ്. നമ്മുടെ ശരീരത്തിലേക്ക് പോകുന്ന ഭക്ഷണം ക്രോമസോമുകളുമായി ദഹിച്ചു പരിവർത്തനം ചെയ്യപ്പെട്ട് ഇത് XY ക്രോമസോമുകളായി പരിവർത്തനം ചെയ്യുമ്പോൾ ശുദ്ധമായ ഭക്ഷണം അല്ലെങ്കിൽ രോഗദുരിതങ്ങൾ മാത്രമല്ല, ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടം ഈ ഹോർമോൺസ് ദുരിതമായി നാഗങ്ങളാണ്. ഇവർ പറയുന്ന XY ക്രോമസോം എന്ന് ശാസ്ത്രം പറയുന്നത് നാഗങ്ങളാണ്. ആ നാഗങ്ങളെ അനുകൂലമായില്ലെങ്കിൽ നമുക്ക് മാരകമായ രോഗദുരിതങ്ങൾ വരും. അതുകൊണ്ട് നല്ല ഭക്ഷണം, ശുദ്ധമായ ഭക്ഷണം എന്ന് പറഞ്ഞ് നല്ല പെയിൻ്റ് അടിച്ച നല്ല കടയല്ല ഉദ്ദേശിക്കുന്നത്. ശുദ്ധമായിട്ടുള്ള ഭക്ഷണം പാചകം ചെയ്യുന്നുള്ള നല്ല ഹോട്ടലുകൾ. ഇപ്പോൾ ഇത് പഠിച്ചിട്ട് പാചകം പഠിച്ചാൽ പിന്നെ ചീഫ് കുക്കൊക്കെ ആവാം. പക്ഷേ അവരെല്ലാം കെമിക്കൽസ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ മിക്സ് ചെയ്ത് അത് മറ്റൊന്നാക്കും നമ്മളെ വയറിന്. ഇപ്പോൾ ഈ വെജിറ്റേറിയനൊക്കെ നമ്മൾ കഴിക്കാൻ പോയാൽ തന്നെ അതിനകത്ത് പല കെമിക്കൽസ് മിക്സ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ചപ്പാത്തി നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കും ഡയബറ്റിക് പേഷ്യൻസിന് ഞാൻ ഡയബറ്റിക് പേഷ്യൻ്റാണ്, 35 വർഷം. ഡയബറ്റിക് പേഷ്യൻ്റ് ചപ്പാത്തി എന്ന് പറയും. യഥാർത്ഥത്തിൽ
ഞാൻ ചോദിക്കും, ഇവിടെ പരത്തിയതാണോ അതോ പുറത്തുനിന്ന് ഉണ്ടാക്കുന്നതാണോ? പുറത്തുനിന്ന് ഉണ്ടാക്കുന്ന ചപ്പാത്തി സോഫ്റ്റ് ആവാനായിട്ട് അവർ പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്യും. ഇത് നല്ലവണ്ണം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഈ റെഡിമെയ്ഡ് ചപ്പാത്തി ഉണ്ടാക്കുന്ന കമ്പനികൾ നടത്തുന്നവരിൽ നിന്ന് എൻ്റെ അനുഭവമാണ്. അതുകൊണ്ട് ഞാൻ ഏത് കടയിൽ കയറിയാലും ചപ്പാത്തി ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടാക്കുന്നതാണോ ഇവിടെ പരത്തുന്നതാണോ എന്ന് നമ്മൾ ചോദിക്കും. അല്ല മൈദയിലിട്ടിങ്ങനെ അവർ പരത്തിയിട്ട് പൊള്ളാനായിട്ട് അല്ലെങ്കിൽ ഒരു സുഖം കിട്ടാനായിട്ട്, ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തെ ഭയങ്കരമായിട്ട്, ആരോഗ്യം നമ്മൾ പോയേ പറ്റൂ. ശരീരം ജീർണവസ്ത്രമായേ പറ്റൂ. പക്ഷേ ഭക്ഷണം എന്ന് പറയുന്നത് നിങ്ങൾ എവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കേണ്ടതെന്ന് മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. ആ തീരുമാനിക്കപ്പെട്ട സ്ഥലത്ത് ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ ശരീരം അതിൻ്റെ ഏത് ഭാഗമാണ് നമ്മളെ ശരീരത്തിലേക്ക് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. ഒരു യഥാർത്ഥത്തിൽ ചിക്കനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, ഇറച്ചിക്കോഴിയെ നമ്മൾ കുത്തിവെക്കുമ്പോൾ ഭാരം തൂക്കാനായിട്ട് അവർ ജലാംശമുള്ള സാധനം ഇഞ്ചെക്ട് ചെയ്യും. എനിക്കറിയാനുള്ള വലിയ തമിഴ്നാട്ടിലെ കമ്പനിക്കാരെല്ലാം 3ാം തലമുറ നശിച്ചു പോയത് ഇറച്ചിക്കോഴി ഉണ്ടാക്കിയതാണ്. എന്താണ്? ആ ഇറച്ചിക്കോഴി കഴിച്ചാൽ ക്യാൻസർ ബാധ ഉറപ്പായിട്ടുണ്ടാവും. നമ്മുടെ ഹോർമോൺസ് ജീർണിച്ചു പോവും, നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം ജീർണിച്ചു പോവും, നമ്മുടെ കുടലുകൾ, നമ്മുടെ ദഹനഗ്രന്ഥിക്ക് പ്രശ്നം ഉണ്ടാകും. അത് ജീർണിച്ച് മറ്റൊന്ന് അവസ്ഥയിലാക്കും. എനിക്ക് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ നിഗൂഢതകളിലേക്ക് പോയി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു തരാൻ അറിയില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സത്യം, താളിയോലക്കെട്ടുകളിൽ അവർ പറഞ്ഞിരിക്കുന്ന ആ താളിയോലക്കെട്ടുകൾ എന്നെ മനസ്സിലാക്കി തന്ന ഭക്ഷണത്തിൻ്റെ ക്രമീകരണങ്ങളും ഭക്ഷണ രീതികളും ആധുനിക ആയുർവേദ ശാസ്ത്രം വരെ ഇപ്പോൾ പലതും നമ്മൾ എണ്ണ എടുത്തു കഴിഞ്ഞാൽ അതിന് കെമിക്കൽ മിക്സിംഗ് ഉണ്ട്, ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല. പഴയ പോലുള്ള ഔഷധ ജലങ്ങളൊന്നും കിട്ടാനില്ല. ഔഷധ ചെടികളെ വെച്ച് നട്ട് വളർത്തുന്നവരൊക്കെ ഉണ്ട്. ഇപ്പം തെക്കാട് മൂസയിലും ആയുർവേദ കോട്ടയിലും ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. ഞാൻ കണ്ടിട്ടില്ല. അതൊക്കെ ഉണ്ട്. കുറേ കാലം വരെ ഇത്രയും ലക്ഷക്കണക്കിന് ജനങ്ങൾക്കെല്ലാം അത്തരത്തിൽ ആയുർവേദത്തിൻ്റെ യഥാർത്ഥ സസ്യത്തിൽ നിന്നുള്ള ഔഷധം തന്നെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു കാര്യം, നമ്മൾ കടന്നു കയറിപ്പോയി സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത, മനസ്സിലാക്കാൻ പറ്റാത്ത, മനസ്സിലായില്ലെങ്കിൽ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് ഗ്രഹിച്ചെടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള, ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നതിനേക്കാൾ ഗ്രഹണം ഇത് ഉള്ളിൽ കിടക്കുകയാണ്. ആ കിടന്നതിനെ ഉണർത്തിയെടുക്കാൻ പറ്റാത്ത ഒരുപാട് വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് ഭക്ഷണം എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ട്, തമിഴ്നാട്ടിൽ നിന്ന് അടുത്ത കാലത്ത് വന്ന് അതിലും പൊടി ഉണ്ടായിരുന്നുണ്ട്, മുളക് പൊടിക്കകത്ത് ചുടുകലിൻ്റെ പൊടി ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കേട്ടു. ഇങ്ങനെ വ്യാജമാണ് ഈ ഭക്ഷണം മുഴുവൻ. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പിടിച്ചു നിർത്താൻ പറ്റില്ല. മൃഗക്കൊഴുപ്പ് ചേർത്തുന്ന നല്ലെണ്ണ, മൃഗക്കൊഴുപ്പ് ചേരുന്ന പാൽ, ഇതെല്ലാം എൻ്റെ ഒരു നിഗമനമാണ്. ഇതൊന്നും നമുക്കിതിൽ നിന്നൊന്നും മോചനമില്ല. കാരണം പണം എങ്ങനെയും ഉണ്ടാക്കാം എന്ന് വിചാരിക്കുന്ന മനുഷ്യർ, ഏത് വിധേനയും പണമുണ്ടാക്കാം എന്ന് വിചാരിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പണം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ലക്ഷ്യത്തിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആഹാര പദാർത്ഥങ്ങളിൽ ഈ മായം ചേർക്കുന്നവർക്ക് എത്രയോ അതികഠിനമായിട്ടുള്ള ദുരിതങ്ങൾ ഉണ്ടാകും, വംശനാശം ഉണ്ടാകും എന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയം നമുക്ക് വേണ്ട. കാരണം എൻ്റെ പഠനമാണ് ഞാൻ പറയുന്നതൊക്കെ തന്നെ ഞാൻ നല്ലവണ്ണം മനസ്സിലാക്കിയതിന് ശേഷമാണ് സംസാരിക്കുന്നത്. അതുപോലെ ഭൂമി, ഈ നാഗങ്ങളുടെ ഭൂമിയെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ ആലപ്പുഴ പോയിട്ട് തിരിച്ചായി രാജ്യത്തിലെ ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ടൊന്ന് ഉറങ്ങും. ഉച്ചയ്ക്ക് 2 മണിക്കൂർ ഉറങ്ങുമല്ലോ. അങ്ങനെ ഉറങ്ങാനൊന്നും പറ്റാത്ത വഴിയിലെങ്ങാനും ഒതുക്കിയിടും. കാരണം മയക്കം വന്നാൽ സ്വന്തമായിട്ട് തന്നെ വണ്ടി ഓടിച്ചു പോകുന്നതുകൊണ്ട്, വേറെ ആരും വരാനില്ലാത്തത് കൊണ്ടും ടീച്ചറിന് ഇന്നലെ വരാൻ പറ്റിയില്ല, വീട്ടിൽ ഇത്തിരി പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വരുമ്പോൾ ഫോൺ ഇങ്ങനെ നിരന്തരം അടിക്കുന്നു. ചങ്ങനാശ്ശേരി കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പിലോട്ട് വരുമ്പോഴാണ്. അപ്പോൾ ഞാൻ ഫോൺ എടുക്കുമ്പോൾ ഞാൻ ആളെ പറയുന്നില്ല, ഒരു പെൺകുട്ടിയാണ്. അവർ കുറേ കാലമായിട്ട് എന്നെ വിളിക്കുന്നു, സ്വാമി എന്നെ ഒന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് പറയൂ. അപ്പം എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ, അവരൊരു അധ്യാപികയാണ് എന്ന് തന്നെ നമ്മൾ കരുതുക. അധ്യാപികയാണെന്നാണ് എന്നോട് പറഞ്ഞത്. അവരുടെ കുടുംബത്തിൽ 3 സെൻറ്റ് സ്ഥലം അവരുടെ അമ്മാവനിൽ നിന്ന് അമ്മയ്ക്ക് കിട്ടിയിട്ട് ടീച്ചറിലേക്ക് വന്നു. അതൊരു സർപ്പക്കാവായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അവർ സമ്മതിച്ചു. ഞാൻ കുറേ വിവരങ്ങൾ അവരുമായിട്ട് സംസാരിച്ചു. ആ നല്ലവരായ പെൺകുട്ടി അതെല്ലാം സത്യമാണ് എന്ന് എന്നോട് പറഞ്ഞു. ടീച്ചറെ എന്നോട് ക്ഷമിക്കണം, ഇത് ഞാൻ ജനങ്ങളുടെ ഒരു അറിവിന് വേണ്ടി പറയുന്നതാണ്. അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ മറ്റൊരു കഥയുമായിട്ട് ചേർത്ത് പറയുകയാണ്. അവരുടെ ജീവിതത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. ചിലതിനൊന്നും പരിഹാരമില്ല. ഇത് എന്ന് പറഞ്ഞപ്പോൾ അവർ കുറച്ച് നേരം നിശബ്ദനായി. സ്വാമിയെ കാന്തല്ലൂർ വന്ന് കാണാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഈ പറയുന്നത്, ഇതുപോലെ ഒരിക്കൽ 2 ആഴ്ച മുമ്പ് ഒരു പട്ടാളക്കാരൻ എന്നെ വിളിച്ചു.
അദ്ദേഹം സൈന്യസേവനത്തിന് ശേഷം വീട്ടിൽ വന്നു, മക്കളെയൊക്കെ കെട്ടിച്ചയച്ചു. അദ്ദേഹം വീടുമായിട്ട് ചേർന്ന് ബാക്കി കിട്ടിയ പൈസ അനുസരിച്ച് ഒരു സ്ഥലം മേടിച്ചു. ആ സ്ഥലത്ത് പണ്ടൊരു കാവുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അദ്ദേഹം ഒന്നും ഒരു വലിയ കാര്യമാക്കിയില്ല. അത് ആവാഹിച്ച് മണ്ണാറശാലയോ വെട്ടിക്കോടോ എവിടെയൊക്കെ കൊണ്ടുപോയി. അതുകൊണ്ട് അവിടെ എങ്ങും ഒന്നുമില്ല. അപ്പോൾ ഈ വീടുമായിട്ട് ചേർന്ന് കിടക്കുന്നത് കൊണ്ട് ആ കാവ് അങ്ങ് മേടിക്കാമെന്ന് വിചാരിച്ചു. അവിടെ കുട്ടികൾക്ക് പിൻകാലത്ത് ഒരു വീട് വെച്ച് കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം എന്ത് ചെയ്തു? ഈ ഒരു പെൺകുട്ടിയുടെ പേരിൽ, 2 പെൺകുട്ടികളാണ്, അവർ വിദേശത്താണ്. വിദേശം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് വെളിയിലല്ല, ഈ ദേശം വിട്ട് മുംബൈയിലാണ് അവരുടെ താമസം. അവർ നല്ല ഒരു കുഴപ്പമില്ലാതെ സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇവരവിടെ 2 പേരും ചെല്ലും, ഭാര്യയും ഭർത്താവും കൂടെ അവരോടൊപ്പം താമസിക്കും, തിരിച്ചു വരും. അപ്പോൾ ഇവരെന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഈ 2 കുട്ടികളുടെ പേരിൽ ഈ വീട് എഴുതി വെച്ചു. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇതിലെ ആയില്യം നക്ഷത്രവും ചിത്ര നക്ഷത്രവും ആരാണ് എന്ന് ചോദിച്ചു. അപ്പം ആയില്യം നക്ഷത്രം. ഞാൻ പറഞ്ഞു, അയ്യോ, ആയില്യം നക്ഷത്രത്തിൻ്റെ പേരിലാണോ ഇത് എഴുതിയത്? അതെ. എന്നാൽ ഞാൻ 2-3 കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാം, ഒന്ന് പറയൂ എന്ന് പറഞ്ഞു. ശരി സ്വാമി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാവ് യഥാർത്ഥത്തിൽ ഇതൊരു പഴയ നായർത്തം സമുദായമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ്. അത് പിൻകാലത്തൊക്കെ പല കാരണങ്ങൾ കൊണ്ട് നശിക്കുകയൊക്കെ ചെയ്തിട്ട് ഈ കാവിൻ്റെ ഭാഗം മാത്രം ഇങ്ങനെ ബാക്കി വന്നു. ഇദ്ദേഹം ഇപ്പുറത്ത് വീട് വെച്ചു, ഇതുകൂടെ മേടിച്ച് ഇതിൻ്റെ കൂടെ ചേർന്നതിന് ശേഷമാണ് ഒരു കിണറുണ്ടായിരുന്നു ഇതിന് 2 ഭാഗത്തായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് പ്രധാനമായിട്ട് ഇത് വായിക്കാനുള്ളതിൻ്റെ ഒരു കാരണം. അപ്പം ഈ കിണറിൻ്റെ ജലവും കൂടെ അങ്ങോട്ട് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാണ് മേടിച്ചത്. പക്ഷേ ഇത് എന്ന് മുതലാണോ ഇത് കയ്യിലേക്ക് വന്ന് 90 ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് രാത്രികളിൽ നാഗം വീട്ടിനകത്തുള്ളതായിട്ട് തോന്നുവാണ്. അപ്പോൾ ധൈര്യശാലി ആയതുകൊണ്ടും പട്ടാളക്കാരനായതുകൊണ്ടും ഭാര്യയോട് ഈ കാര്യം പറയാൻ നിൽക്കാതെ ടോർച്ച് അടിച്ചുകൊണ്ട് പലയിടത്തും നോക്കിയിട്ടൊന്നും കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇദ്ദേഹത്തെ നടുക്കിക്കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ പാമ്പ് കുത്തുക ചെയ്തത്. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് പഴയ കട്ടിലാണ്, ഈ കടഞ്ഞെടുത്ത കാലുള്ള കട്ടിലിൻ്റെ ആ വട്ടത്തിനകത്ത് ചുറ്റിയിരുന്നു. അവർ കാല് വെച്ചതും കൊത്തി ഇത് മേടിച്ചതിന് ശേഷം രക്ഷപ്പെട്ടു അവർ. അതോടുകൂടി അവർക്ക് ഭയമായി. അവർ ഈ മക്കൾ വന്ന് ഈ അമ്മയെ അങ്ങ് കൊണ്ടുപോയി. ഇപ്പോൾ ഇദ്ദേഹം മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ വീണ്ടും ഈ നാഗങ്ങളുടെ സാന്നിധ്യങ്ങളും മുറ്റത്തത് ഒരു ദിവസം വാതിൽ തുറക്കുമ്പോൾ കാണുന്ന ഒരെണ്ണം പണം ഉയർത്തി നിൽക്കുമ്പോഴാണ്. അവിടെ ഒന്നും നാഗങ്ങളില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇത്തരത്തിലുള്ള നാഗങ്ങളിലെ കാവ് മാത്രമേ ഉള്ളൂ. കാവെന്ന് പറയാനുള്ള അവിടെ തടിത്തറയൊന്നുമില്ല, കുറേ മരങ്ങളും പള്ളികളും ഒക്കെ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പക്ഷേ ഈ അടുത്ത ഞാൻ പറഞ്ഞില്ല, അവിടെ ഒരു സർപ്പപ്പുറ്റുണ്ടാവും, താങ്കളൊന്ന് നോക്കുമ്പോൾ ഒരു സർപ്പപ്പുറ്റ് ചെറുതായിട്ട് പൊടിച്ചു വരുന്നു. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമ്മളിത് അനുഭവിച്ചേ പറ്റൂ, സംഭവിക്കാതിരിക്കാൻ മാർഗമില്ല. അത് സംഭവിച്ചു പോയാൽ ആ സംഭവിച്ചത് നമ്മൾ അനുഭവിച്ചേ പറ്റൂ, അനുഭവിക്കാതിരിക്കാൻ മാർഗമില്ല. അതങ്ങനെയാണ്. അതുകൊണ്ട് ഈ നാഗത്തിൻ്റെ വിഷയം അപ്പോൾ എന്നെ വിളിച്ചപ്പോൾ ഈ പറയുന്ന ഒരു കാര്യം, മകൾക്ക് ഇങ്ങനെ ചെറിയതായിട്ട് ചൊറിഞ്ഞു പൊട്ടി. ഈ അമ്മ അവിടെ ചെന്നതിന് ശേഷം ആ പൊട്ടൽ വലുതായി. പ്രമേഹം ഉണ്ടോ നോക്കിയോ, പ്രമേഹമില്ല. പക്ഷേ ഈ മുറിവ് ഉണങ്ങാതെ അത് മാംസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടത് പൊട്ടുകയാണ്. ഞാൻ പറഞ്ഞു, ആ കുട്ടി എന്നെ ഒന്ന് വിളിക്കാൻ പറയാൻ. കുട്ടി ഇപ്പോൾ ഇത് ചൂടുന്നവരെ എന്നെ വിളിച്ചിട്ടില്ല. ഒരു പക്ഷേ അവരെ കല്യാണം കഴിച്ച അവരുടെ ഭർത്താവിന് അതിൽ വിശ്വാസം ഉണ്ടാകില്ല. പക്ഷേ വിളിച്ചാൽ മാത്രമേ, പ്രമേഹമില്ലാത്തൊരു കുട്ടിക്ക് സർപ്പദംശനമേറ്റ് ആ ഒമ്മയിൽ ചെന്ന് അമ്മയോടൊപ്പം താമസിക്കുമ്പോൾ ആ കുട്ടിക്ക് ആദ്യം ഒരു ചെറിയ കുരു പോലെ വന്ന് പൊട്ടി. ആ പൊട്ടൽ ഉണങ്ങാതായി, അത് വൃത്തത്തിലായി, മാംസവുമായിട്ട് ബന്ധപ്പെട്ടു, എല്ല് കാണുന്ന അവസ്ഥയിലേക്കായി എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞിട്ട് വിളിച്ചിട്ടില്ല. അതവിടെ നിൽക്കട്ടെ. ഞാനിപ്പോൾ അടുത്തൊരു കാര്യം ഞാൻ പറയാൻ വന്നത്, വിളിച്ചാൽ നമുക്ക് എല്ലാത്തിനൊന്നും പരിഹാരം പറഞ്ഞു കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പിലാണ്. എൻ്റെ തന്നെ പല കാര്യത്തിനും പരിഹാരമില്ല. ഞാൻ ഏതോ ജ്യോതിഷ പണ്ഡിതനെ മണിക്കരെ കാണാൻ പോകണമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാളാണ്. നമുക്ക് പരിചയമുള്ള ഒരുപാട് പേരുണ്ട്. അതിനൊന്നും പരിഹാരമില്ല. പക്ഷേ ഇതൊക്കെ പറയും. ഇപ്പോൾ അടുത്തത് എന്നെ വിളിച്ച ജാനകി എന്ന് പറയുന്ന ഒരു സ്ത്രീ കഴിഞ്ഞ ദിവസം മുറിപ്പാലത്താടി തമ്പുരാൻ ക്ഷേത്രത്തിൽ കാണാൻ വന്നിരുന്നു. അപ്പോൾ ഞാൻ എത്ര പ്രാവശ്യം പാമ്പ് കൊത്തി? 14 പ്രാവശ്യം കൊത്തി. ഞാൻ പറഞ്ഞു, ഒരു കൊത്തലൂടെ ഉണ്ട്. അവരയ്യോ എന്ന് വിളിച്ചു. ഞാൻ അവരുമായിട്ടൊന്ന് സംസാരിക്കുന്നത് നമ്മളൊന്ന് കേട്ടു നോക്കുക, എൻ്റെ പ്രിയപ്പെട്ട DNA പ്രേക്ഷകർ. എനിക്ക് അവരുടെ വിഷയം എന്താണെന്ന് മനസ്സിലായി. കാരണം പൂർവ്വജന്മത്തിൽ ഈ പൂർവ്വമായിട്ടൊന്നും അവർ ചെയ്തിട്ടില്ല. ഞാൻ ചോദിച്ചു, ഒരു ഓലയിട്ട വീട് ഇങ്ങനെയുള്ള സംവിധാനം അതവർക്കുണ്ട്. എനിക്ക് കാര്യം മനസ്സിലായി. കാരണം എപ്പോഴും പൂർവ്വജന്മത്തിലെ ബന്ധം ഇപ്പോഴേക്ക് വരും. പൂർവ്വജന്മത്തിൽ ചെറിയ പ്രായത്തിൽ എന്ന് പറഞ്ഞാൽ 6-7 വയസ്സുള്ളപ്പോൾ ഈ രണ്ട് വശങ്ങളും വേലി കെട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ച് ഇണചേരുന്ന നാഗത്തെ കുട്ടിക്ക് അറിഞ്ഞുകൂടാതെ എറിഞ്ഞു കൊന്നപ്പോൾ എന്ത് പറ്റി? അതിൻ്റെ ഇണപ്പാമ്പ് രക്ഷപ്പെട്ടു, മറ്റത് ചത്തു. ആ ചത്തതിനെ പാമ്പില്ലേ പേടിച്ച് കല്ലെടുത്ത് ഇടിച്ച് കൂട്ടുകാരെല്ലാം കൂടെ തീർത്തതാണ് ഇവിടുത്തെ ലക്ഷണം.
എന്താ പറ്റി? ആ ശാപത്താൽ ഈ ജാനകിയുടെ ശരീരത്തിൽ പാമ്പിൻ്റെ മണം വരും. എങ്ങനെയാണ്? ആ ഇൻ്റർവ്യൂ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. കേട്ടില്ലെങ്കിൽ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇണസർപ്പത്തിനെ ആകർഷിക്കുന്ന വിയർപ്പിൻ്റെ ഗന്ധം ഉണ്ടാവും. അപ്പോൾ പാമ്പ് വരും. ഇണചാരാനാണ് വരുന്നത്. ഇണചാരം പറ്റുമ്പോൾ മനുഷ്യനാണ് നിൽക്കുന്ന കൊത്തും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് അനുഭവത്തിൽ നിന്ന് പറയുന്നത് നിങ്ങൾ ആ ഇൻ്റർവ്യൂ ഒന്ന് കേട്ടു നോക്കൂ. ജാനകി അവസാനമായിട്ട് എന്നെ മാടൻ തമ്പുരാൻ ക്ഷേത്രത്തിൽ കാണാൻ വന്നിരുന്നല്ലോ. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞിരുന്നത്? ജാനകിയോട് പറഞ്ഞിരുന്നത് എന്താണ്? എന്നോട് പറഞ്ഞത് സ്വാമി എന്നോട് പറഞ്ഞ എനിക്ക് ഈ ബ്ലഡിനകത്ത് ഈ പാമ്പിനെ എന്തോ ആകർഷിക്കുന്ന എന്തോ ഒരു ഇതുണ്ടെന്നാ പറഞ്ഞത് ബ്ലഡിനകത്ത്, എന്റെ ബ്ലഡിനകത്ത്. അപ്പം പാമ്പ് എവിടെ ഉണ്ടെങ്കിലും ഓടി വന്ന് എന്നെ ഇങ്ങനെ കടിക്കുമെന്നാ പറഞ്ഞത്. അതെന്താന്ന് പറഞ്ഞാൽ ഈ ജന്മത്തിൽ എപ്പോഴെങ്കിലും പാമ്പിനെ കൊന്നിട്ടുണ്ടോ? ഇല്ല, എന്റെ സ്വാമി എന്നെ കടിച്ചിട്ട് ഒരെണ്ണം തൂങ്ങിക്കിടന്നപ്പോ ഞാൻ അതിനൊരു കുഞ്ഞു പാമ്പിനെ തല്ലി കൊന്നിട്ടുണ്ട്. അല്ലാതെ ഞാൻ അതിനൊന്നും ചെയ്തിട്ടില്ല. അത് ഏത് കാലഘട്ടത്തിലാണ്? ഏത് കാലത്തിലാണ്? 2017. 2017. സ്വാമി എന്നെ 2017 മുതല് എന്നെ കുഞ്ഞിലേ മുതൽ കടിക്കുന്നു. 8 വയസ്സുള്ളപ്പം മുതൽ. 8 വയസ്സുള്ളപ്പം മൂർക്കം പാമ്പ് കടിച്ചു. പിന്നെ 13 വയസ്സുള്ളപ്പം പിന്നെ മൂർക്കം പാമ്പ് കടിച്ചു. പിന്നെ 19 വയസ്സില്, പിന്നെ 27 വയസ്സ് മുതല് 31 വയസ്സ് വരെ ഓരോ വർഷം എന്നെ കടിച്ചോണ്ടിരിക്കുക. എന്ന് ഡോക്ടർ എന്നെ നോക്കിയിരിക്കുവായിരുന്നു വരാൻ വേണ്ടി. അപ്പൊ ആ ഡോക്ടർ മരിച്ചുപോയി. ഇപ്പം പനക്കലെ ഡോക്ടർ പ്രശസ്തമായ ആളാ. സ്വാമി പറഞ്ഞ പോലെ തന്നെ അന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് പുള്ളി പിന്നെ അമേരിക്കക്ക് എന്നോട് പറഞ്ഞു, ഇനി താൻ എന്നെ നോക്കി വരണ്ട, ഈ വേറൊരു ഡോക്ടറെ പറഞ്ഞു തരാം, അങ്ങോട്ട് അവിടെയാ ഞാൻ ചികിത്സിക്കുന്നത്, അപ്പൊ അങ്ങോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. നമ്മുടെ കരുണായിലെ പാലാ കരുണാക ആയുർവേദ ആശുപത്രിയിലെ പുള്ളി ഭയങ്കര വിദഗ്ധനായിന്റെ. ശരി ശരി. ഈ കഴിഞ്ഞ ദിവസം എന്നെ ഇങ്ങനെ കാണിച്ചു തിരുമേനി. എന്നെ കണ്ടതിന് ശേഷം കടിച്ചു. അതെ, കണ്ടതിന് ശേഷം കടിച്ചു. ഞാൻ ജാനകിയോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. നമുക്ക് കുട്ടികൾ വല്ലതും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? കുട്ടികളെ പ്രസവിച്ച ശേഷമോ അതല്ലെങ്കിൽ പ്രസവിക്കുന്നതിന് മുമ്പോ? പ്രസവിക്കുന്നതിന് മുമ്പ് എന്റെ ചേട്ടൻ എന്റെ വഴക്കുണ്ടാക്കിയ ചേച്ചിയായിട്ട്. അപ്പൊ ഞാൻ ഇടയ്ക്ക് കയറിയപ്പോ എനിക്കിട്ട് ചവിട്ട് കിട്ടി. അങ്ങനെ ഒരെണ്ണം പോയായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ചരിഞ്ഞ ഭൂമിയാണ് ലക്ഷണത്തിലുള്ളത്. അത് എവിടെയാണെന്ന് അറിയാമോ? ഒരു ചരിഞ്ഞ വീട് വയ്ക്കുന്നിടത്തൊരു ഓലയുള്ള അല്ലെങ്കിൽ ഓടിട്ട ഒരു ഓലയും പിന്നെ ഓടുമായ ഒരു ചരിഞ്ഞ പ്രദേശത്ത് അമ്മയോ 3 തലമുറയായിട്ടുള്ള ഒരു വീടാണ് കാണുന്നത്. അത് എവിടെയാണെന്ന് അറിയോ? കോളനിയിലാ, ഒരു പരമൽക്കുന്ന. അത് അവിടെ ഇപ്പൊ താമസിക്കാന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൊച്ചിലെ പോയി താമസിക്കുന്നത്. അതൊരു ഓല വീടായിരുന്നു. ആ വീട്ടിൽ വെച്ചാണ് എന്നെ 8 വയസ്സുള്ളപ്പോ കടിച്ചത്. അത് ഓല വീടല്ലേ? അത് ഓല വീടായിരുന്നു. ഓലയുള്ള വീട്. അതൊരു കൊച്ചു ചരിവുണ്ടായിരുന്നു അതിന്റെ പുറകുവശവും. ശരി ശരി. അവിടെ പണ്ടൊരു കാവിന്റെ ലക്ഷണം ഉണ്ടായിരുന്നു, സർപ്പക്കാവേ. അവിടെ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ജാനകിയുടെ പൂർവ്വജന്മമാണ്, പൂർവികമായിട്ടുള്ള ഒരു സംഭവമാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ 2 പാമ്പുകൾ ഇണചേർന്ന് കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിൽ ഒരെണ്ണത്തിനെ കൊല്ലുക ചെയ്തേ. അങ്ങനെ ആ ഒരെണ്ണം രക്ഷപ്പെട്ടു, മറ്റൊന്നിനെ കൊന്നു കഴിഞ്ഞപ്പോൾ ആ ശാപം കൊണ്ട്, ഇത് ആൾക്കാർ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയത്തില്ല, ശാപം കൊണ്ട് മറ്റേ ഇണപ്പാമ്പുണ്ടല്ലോ, ഏത് ഓടി രക്ഷപ്പെട്ട പാമ്പ്, ആ പാമ്പിൻ്റെ ശാപം കൊണ്ട് ആണ് നമുക്കിത് സംഭവിക്കുന്നത്. പാമ്പുകൾ ഇണചേരുന്ന സമയത്ത് ഒരു ഗന്ധമുണ്ടാകും. ഈ ജാനകിയുടെ രക്തം ആ ശാപം കൊണ്ട് ആ ഒരു ഇതുമായിട്ട് ലിങ്ക്ഡാണ്. അപ്പോൾ പാമ്പ് ഇണചേരാനായിട്ടാണ് ഈ വന്ന് കുത്തണേ. എന്ന് പറഞ്ഞാൽ ഇത് പാമ്പിൻ്റെ സ്മെല്ലാണ്. ഒരുപാട് വേർപ്പുണ്ടാവൂ. ഇപ്പോഴല്ല, നേരത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു 20-22 വയസ്സ് എന്നാലും വെള്ളത്തുള്ളിയായിട്ട് ഒഴുകി വീഴും എന്നാണ് ലക്ഷണം. അങ്ങനെ വീട്ടിൽ നിന്നോ? അപ്പോൾ അതാണ് സംഭവിച്ചേക്കണം. അപ്പോൾ ഇതിനൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ ഇനിയും ഒന്ന് ശ്രദ്ധിക്കണം. ഉച്ച കഴിഞ്ഞുള്ള സമയത്ത് ആണ് ഈ പാമ്പ് കൊത്താൻ സാധ്യതയുള്ളത്, സന്ധ്യസമയത്തും ഉച്ച സമയത്തും. ഇത് ഏത് സമയത്താണ് കൂടുതൽ കൊത്തിക്കൊണ്ടിരുന്നേ? കൂടുതലും കൊത്തിക്കൊണ്ടിരുന്നത് സന്ധ്യ ആയപ്പോഴും പിന്നെ ഒരു അതാണ് ഉച്ച സമയം എന്ന് പറഞ്ഞാൽ സൂര്യൻ പടിഞ്ഞാറോട്ട് അസ്തമിക്കുന്ന സമയം മുതൽ നാഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നതെന്ന് പറഞ്ഞാൽ അന്ന് ഈ പാമ്പിനെ ആകർഷിക്കുന്ന ഒരു ശരീരമാണ്, ഒരു ഗന്ധം നമ്മുടെ ശരീരത്തിൽ നിന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഹസ്ബൻഡ് ഉണ്ടോ? അല്ല, നിങ്ങൾക്ക് ഒരു കട്ടിൽ കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടോ?
ഇല്ല, ഞങ്ങൾ വേറെയാ കിടക്കുന്നത്. ആ, കാരണം ഗന്ധമേ രണ്ട് അവസ്ഥയാണ്. പുള്ളിയെ ഒരുമിച്ച് കിടക്കാനായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കത്തില്ല. അതുപോലെ അടുക്കള ഭാഗത്തെ ജന്നാലകളിൽ പാമ്പ് തൂങ്ങിക്കിടക്കുന്നത് കാണാൻ പറ്റും, പാമ്പ് കയറിയിരിക്കും. അയ്യോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അടുക്കള അഗ്നി കത്തുന്ന സ്ഥലത്ത്. എന്തായാലും ഞാൻ ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത് ഈ കുക്കി സുബ്രഹ്മണ്യ ക്ഷേത്രം എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്. അവിടെ നമ്മൾ നാഗങ്ങളെ കൊന്നുകഴിഞ്ഞാൽ, എത്ര ജന്മത്തിലെ നാഗങ്ങളെ കൊന്നുകഴിഞ്ഞാലും അവിടെ സർപ്പസംസ്കാര പൂജ എന്ന് പറയുന്നൊരു പൂജയുണ്ട്. അത് 1000 പേരുണ്ടെങ്കിൽ 1000 പൂജാരിമാരാണ്. അവർ നമ്മളെ മുമ്പിലിരുത്തിക്കൊണ്ട് സർപ്പബലി ചെയ്യിപ്പിക്കും. അത് വേറെ കേരളത്തിലല്ല, ഇന്ത്യയിലെ ഒരു ക്ഷേത്രങ്ങളിലും അത്തരത്തിലൊരു സംവിധാനമില്ല. ബാക്കിയെല്ലാം അത് മംഗലാപുരത്താണ്. അവിടെ കുറച്ച് ഫോറസ്റ്റ് ഏരിയയാണ്. അവിടെ ഈ കുക്കി സുബ്രഹ്മണ്യം, ആ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ സർപ്പസംസ്കാര പൂജ, അപ്പോൾ അതെന്തായാലും ഒന്ന് ചെയ്ത് ഇതിൻ്റെ കടിയിൽ നിന്ന് അത് കഴിച്ചു കഴിഞ്ഞാൽ, അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കടിക്കത്തില്ല. നമുക്ക് പെൺകുട്ടികൾ വല്ലതും ഉണ്ടോ? ഒരു പെൺകുട്ടുണ്ട്. അതെന്ത് ചെയ്യണു? അത് നേഴ്സാ, ഇപ്പൊ തക്കാലം ജോലിക്ക് കയറിയതേ ഉള്ളൂ. ശരി, എന്തായാലും എന്നെ ഞാൻ ഒന്നും കൂടെ വിളിക്കാം. സമാധാനമായിട്ടിരിക്കണം. നമുക്ക് ഈ പരിഹാരം ചെയ്യാനായിട്ടുള്ളൊരു സംവിധാനം ഞാൻ ചെയ്തു തരാം കേട്ടോ. ആരെങ്കിലും അദ്ദേഹത്തെ കൂടെ വിളിച്ചോണ്ട് പോകണം കേട്ടോ. ശരി. അപ്പം ഈ ജാനകിക്ക് ഒരുപാട് മുടി ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോഴുണ്ടോ? മുടിയൊക്കെ പോയി സ്വാമി, മുടിയൊക്കെ ഉണ്ടായിരുന്നു. ശരി, എനിക്ക് മനസ്സിലായി. ഞാൻ ഒന്നുകൂടെ വിളിക്കാം കേട്ടോ, വിളിച്ചോളാം. കേട്ടില്ലേ? അതുകൊണ്ട് നാഗങ്ങളെ ഉപദ്രവിക്കാതിരിക്കുക, അതിനെ അതിൻ്റെ വഴിയിൽ വിടുക. അത് ജന്മജന്മാന്തരങ്ങൾ കടന്നു നിന്ന് നമ്മളെ വേട്ടയാടും. അതുകൊണ്ട് എല്ലാ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളായിട്ട് എഴുതിത്തള്ളാതെ വിശ്വാസങ്ങളെല്ലാം തന്നെ ഈ ഭൂമിയുടെ പ്രപഞ്ചത്തിൻ്റെ നിഗൂഢതകൾ ഒളിച്ചിരിക്കുന്നതാണെന്നും അത് കാലാകാലങ്ങളിൽ പുറത്തു വരികയും ചെയ്യുമെന്നും അതിനെ അതിൻ്റെ വഴിക്ക് വിടുന്നതാണ് നല്ലതെന്നും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.